ഹലോ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഫൈൻ ദർ. എല്ലാവർക്കും നല്ല സുഖമായിരിക്കുമെന്ന് വിചാരിക്കണം. ഞാൻ ആദ്യം എൻ്റെ ക്ലാസ്സിൻ്റെ ശൈലി ഒന്ന് പറഞ്ഞുതരാം. അതായത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു സമ്മറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, മലയാള സമ്മറി. അത് നിങ്ങൾ വളരെ കൃത്യമായി കേൾക്കുക. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ച് വിരൽ വെച്ച് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്ന മലയാളം എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഓർത്ത് വെക്കുകയൊക്കെ ചെയ്യുക. ഒന്നുകിൽ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയെടുക്കുക, എന്നിട്ട് അത് നേരെ ട്രാൻസ്ലേഷൻ നടത്തുക, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തുക. അതിനിപ്പം സഹായകമായ ധാരാളം ആപ്ലിക്കേഷനുകൾ, ട്രാൻസ്ലേഷനുള്ള ആപ്ലിക്കേഷനല്ല, വേർഡ്സുകൾ കിട്ടാനുള്ള ആപ്ലിക്കേഷനുകൾ സുലഭമാണ്. അപ്പോൾ നല്ല ഡിക്ഷണറി ഡൗൺലോഡ് ചെയ്താൽ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്താം, ഇംഗ്ലീഷ് ടു മലയാളം വേർഡ് മീനിങ് കിട്ടും. അങ്ങനെ വേർഡ് മീനിങ് വെച്ചിട്ട് നിങ്ങൾ ആ എഴുതിയതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തുക. അത് ഗൂഗിളിൽ നോക്കിയിട്ട് നേരെ പാഠത്തിൻ്റെ പേരും സമ്മറി അടിച്ചെടുത്താൽ കിട്ടും. അതൊരിക്കലും എഴുതി കൊണ്ടുവരരുത്. അങ്ങനെ എഴുതുന്നത് കണ്ടാൽ എനിക്കറിയാം. അപ്പം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ഭാഷ വെച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. എത്ര തെറ്റിയാലും എത്ര കൊളായാലും എത്ര മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, എഴുതുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ സമ്മറി നിർബന്ധമായിട്ട് ഓരോ പാഠങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ സമ്മറി എഴുതണം. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി, ഓരോ പാഠം കഴിയുമ്പോഴും മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 വേർഡ് ആ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ വേർഡ് എഴുതി വെക്കുക. ന്യൂസ് പ്രിൻറ്റിലോ അല്ലെങ്കിൽ പഴയ പുസ്തകത്തിലോ ഒക്കെ എഴുതി വെച്ചിട്ട് ആ വേർഡ്സ് പഠിക്കണം. 30 വേർഡ്സ് ഏറ്റവും ചുരുങ്ങിയത്. ഒരു പാഠത്തിൽ നിന്നും 30 വേർഡ്സ് നിർബന്ധമായിട്ടും പഠിക്കണം. സമ്മറിയും നിർബന്ധമായിട്ടും കിട്ടണം. ഓക്കെ, ഈ ഒരു 2 കാര്യങ്ങളാണ്. അപ്പോൾ ക്ലാസ് ഞാൻ എല്ലാ പാഠത്തിൻ്റെയും മലയാളം ഒരു സമ്മറി പറഞ്ഞു തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിലെ ആക്ടിവിറ്റികൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, ദ മിസ്റ്റീരിയസ് പിക്ചർ. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ എന്നാണ് അർത്ഥം. നിഗൂഢമായ, അതായത് വ്യക്തമല്ലാത്ത, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് മിസ്റ്റീരിയസ് എന്ന് പറയുക. മിസ്റ്റീരിയസ് പിക്ചർ എന്നുള്ളതിന് മലയാളം പറഞ്ഞതിൻ്റെ ഒരാവശ്യം ഉണ്ടാവില്ല. അപ്പം മിസ്റ്റീരിയസ്, ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ചാപ്റ്റർ 1 ഒന്നാമത്തെ പാഠമാണ്. അപ്പോൾ നമുക്ക് ഈ പാഠം തുടങ്ങുമ്പോൾ നമുക്കൊരു രസകരമായൊരു യാത്ര പോകാം. ആർ യു റെഡിയാണോ നിങ്ങൾ യാത്ര വരാൻ? ഓക്കെ, എവിടേക്കാണ് യാത്ര? ബാറ്റൻബർഗ് എന്ന് പറയുന്ന സുന്ദരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. സ്ഥലം എന്താണ്? ബാറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു സുന്ദരമായ സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ കൂടെ ഒരു സാഹസികനായ ഒരു ചിത്രകാരനെ നമുക്ക് പരിചയപ്പെടാം. ആരാണ് ആ ചിത്രകാരൻ? ഇവനാണ് ചിത്രകാരൻ. ഇവൻ സാഹസികനായ ചിത്രകാരനാണ്. കണ്ടില്ലേ? ഇവൻ്റെ പേരെന്താ? ഇവൻ്റെ പേരാണിത്. ഇവനെ നമുക്ക് ചുരുക്കിയിട്ട് എന്ത് വിളിക്കാം? ടിൽ എന്ന് വിളിക്കാം. ഇവൻ്റെ പേര് ചുരുക്കിയിട്ട് ടിൽ എന്ന് വിളിക്കാം. ഇവനൊരു സാഹസികനായ ഒരു ചിത്രകാരനാണ്. നല്ല സാഹസികനായ ഒരു ചിത്രകാരനാണ് നമ്മുടെ ടിൽ. ഇവനോട് കൂടെയാണ് നമ്മൾ ബാറ്റൻബർഗ് എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലത്തേക്ക് പോകുന്നത്. ആദ്യം ഇവനെ ഒന്ന് നമുക്ക് അടുത്ത് പരിചയപ്പെടാം. കൂടെ യാത്ര ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ അടുത്ത് നമുക്ക് പരിചയപ്പെടാം. ഈസ് എ പെയിൻറ്റർ ആൻഡ് ഹി ഓൾവേസ് ട്രാവൽ ഓൺ ഹിസ് ഡോങ്കി. അതുപോലെ തന്നെ ഹി ഡ്രസ്ഡ് വെരി അട്രാക്റ്റീവ്ലി ആൻഡ് ഓൾസോ ഹി ഹാസ് സ്മാർട്ട്ലി പ്ലേസ് ക്യാപ്പ് ഓൺ ഹിസ് ഹെഡ്. നല്ല ആകർഷണീയമായ രീതിയിൽ, ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഡ്രസ്സ് ധരിക്കുക. നല്ല പെർഫെക്റ്റായിട്ട് തൊപ്പി ധരിക്കും. അതുപോലെ തന്നെ
എപ്പോഴും ഒരു കഴുതപ്പുറത്തായിരിക്കും യാത്ര. അതുപോലെ ടില്ലിൻ്റെ ദ ക്യാപ്പ് ഹാസ് 3 ബ്രൈറ്റ് ഫെദേഴ്സ് ദാറ്റ് ഡാൻസസ് ഇൻ ദ ബ്രീസ്. ആ തൊപ്പിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ തൊപ്പിയിൽ 3 തൂവലുകളുണ്ടാകും. അതിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് തട്ടിയിട്ട് ആണ്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും, ഡാൻസ് കളിക്കും. അങ്ങനെ നമുക്ക് ഇവൻ്റെ കൂടെ, ടില്ലിൻ്റെ കൂടെ ബാറ്റൻബർഗ് എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. അവിടെ ആരാളുള്ളത്? അവിടെ ആർക്ക് ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു കൊട്ടാരം പ്രഭു, ആ പ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ആർക്ക് ഡ്യൂക്ക് പ്രഭുവിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന കമാൻഡർ ഇൻ ചീഫ്, അവിടുത്തെ നേതാവ്, ആ നേതാവ് നമ്മുടെ ടില്ലിനെ നോക്കിയിട്ട് പറഞ്ഞു, ഹെയർ ദ യു ഫെലോ ഓൺ ദ ഡോങ്കി, വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൺ. പറഞ്ഞു കാവൽക്കാരൻ, നേതാവ് പറഞ്ഞു, നീ നിൻ്റെ കഴുതയും എല്ലും തോലുമായിട്ടായി, ഇങ്ങനത്തെ ആളുകൾക്കൊന്നും ഇവിടേക്ക് പ്രവേശനമില്ല. ആര് പറഞ്ഞു? നമ്മുടെ കമാൻഡർ ഇൻ ചീഫ്. അത് നമ്മൾ കമാൻഡർ ഇൻ ചീഫിനെ ഒന്ന് പരിചയപ്പെടാം. ലോഫർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദരിദ്രൻ, ഒന്നിനും കൊള്ളാത്തവൻ, അലസൻ. ഇതൊക്കെയാണ് ലോഫർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥട്ടോ, ലോഫർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കമാൻഡർ ഇൻ ചീഫിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ? അദ്ദേഹത്തിന് 25 years ഓൾഡാണ്. നല്ല ഉയരമുള്ള, ഉറച്ച ശരീരമുള്ള, സുന്ദരനായ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്വർണ്ണത്താൽ ആവരണം ചെയ്ത വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത്. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ടില്ല് കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി, എന്നിട്ട് നമ്മുടെ കമാൻഡർ ഇൻ ചീഫിനോട് പറഞ്ഞു, ഗോഡ് ബ്ലസ് യു ക്യാപ്റ്റൻ, മെലിഞ്ഞത് എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ എന്നുകൂടി നമ്മുടെ അതിൽ കൂട്ടിച്ചേർത്തു. എന്നിട്ട് ടില്ല് പറഞ്ഞു, ഞാൻ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 3 ദിവസമായി. ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം, അനുയോജ്യമായ വിശ്രമം ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. എനിക്ക് കുറച്ച് ആ കുപ്പായത്തുമെന്ന് കുറച്ച് സ്വർണം തന്നാൽ ഞാനിതാ അവിടെ കാണുന്ന ആ ഇറച്ചിക്കടയിൽ പോയിട്ട് ഞാൻ കുറച്ച് ഇറച്ചി വാങ്ങി കഴിക്കാം എന്ന് നമ്മുടെ ടില്ല് പറഞ്ഞു. ഈ സമയമൊക്കെ നമ്മുടെ ക്യാപ്റ്റനും മറ്റൊരു ഓഫീസറും അവിടെ ചെസ്സ് കളിക്കുകയാണ്. ഈ ചെസ്സ് കളിക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ടില്ലിനെങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ടില്ലിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ തുടങ്ങി. ഹീസ് എ പെയിൻറ്റർ ഫ്രം ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള പെയിൻറ്ററാണ് എന്ന് ക്യാപ്റ്റൻ കേട്ടപ്പോൾ ക്യാപ്റ്റൻ ആകെ ഇംപ്രസ്ഡായി. കാരണം അന്നത്തെ സാഹചര്യത്തിൽ അവിടെയുള്ള പെയിൻറ്റർമാർക്ക് നല്ല ഡിമാൻഡായിരുന്നു. ഫ്ലാൻഡേഴ്സികളായ പെയിൻറ്റർമാർക്ക് നല്ല ഡിമാൻഡുള്ള കാലമാണ്. അപ്പം വേഗം ഇംപ്രസ്ഡായിട്ട് വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ടില്ലിനെയും കൊണ്ട് അകത്ത് പോയി. എന്നിട്ട് ടില്ലിനെ ആർക്കിഡ്യൂക്കിൻ്റെ അടുത്തേക്ക് പോയി. ആർക്കിഡ്യൂക്കിൻ്റെ അടുത്തെത്തി. അങ്ങനെ നമ്മുടെ ആർക്കിഡ്യൂക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ ആർക്കിഡ്യൂക്കിനോട് പറഞ്ഞു, ആർക്കിഡ്യൂക്കിനെ ടില്ല് ഒരു 3 തവണയൊക്കെ നല്ല ബഹുമാനത്തോടെ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവർ ലേഡി ദ വിർജിൻ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണിക്കാൻ വന്നതാണ്. അതുപോലെ തന്നെ ഞാൻ വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും വിചാരിക്കുന്നു. കൊട്ടാരത്തിൽ പെയിൻറ്റർ മരിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഒഴിവിലേക്ക് എന്നെ അപ്പോയിൻ്റ് ചെയ്യുമോ എന്നും കൂടി നമ്മുടെ ടില്ല് ചോദിച്ചു. എന്നാൽ നമ്മുടെ ആർക്കിഡ്യൂക്കിന്, പ്രഭുവിന് ടില്ലിനെ നല്ല ഇഷ്ടപ്പെട്ടു. ടില്ലിൻ്റെ ആ ചിത്രം നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ
നമ്മുടെ ഡ്യൂക്ക് ടില്ലിന് കോർട്ട് പെയിൻറ്റർ ആവാനുള്ള അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അവിടുത്തെ മെയിൻ ചിത്രകാരനായി നിയമിച്ചു. ഈ സമയം ടില്ല് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഇവിടുത്തെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, വിഭവവും വിശ്രമവും എല്ലാം ഞാൻ റെഡിയാക്കാം. വീണ്ടും ടില്ല് ചോദിച്ചു, എൻ്റെ കഴുതയെ പരിചരിക്കുമോ? രാജാവ് പറഞ്ഞു, കൊട്ടാരത്തിലെ സ്വന്തം മൃഗത്തെ പോലെ നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ടില്ലിനിതാ നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങൾ വിളമ്പിക്കൊടുത്തു. നമ്മുടെ ടില്ലും രാജാവും എല്ലാവരും മറ്റുള്ള ആളുകളും എല്ലാവരും ഇരുന്ന് നന്നായി രുചിയോടെ ഭക്ഷിച്ചു. ഈ സമയത്താണ് നമ്മുടെ ടില്ലിനോട് രാജാവ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. എന്താണത്? എൻ്റെ ഓർമ്മകൾ ഇവിടെ കാലാകാലം നിലനിൽക്കണം. അതുകൊണ്ട് എപ്പോഴാണ് എന്നെ ദൈവസന്നിധിയിലേക്ക് വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചിത്രം വരച്ചു തരണം. ഇത് നല്ലൊരു ആശയമായിട്ട് ടില്ലിനും തോന്നി. പക്ഷെ ടില്ല് പറഞ്ഞു, നിങ്ങളുടെ മുഖം മാത്രം വരയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു പൂർണ്ണതയിലെത്തൂല, ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൊട്ടാരത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് വരച്ചാൽ എങ്ങനെയുണ്ടാകും എന്ന് ചോദിച്ചു. ടില്ല് പറയണേ, ഹി വാണ്ടഡ് ടു മേക്ക് ദ കിങ് ഷൈൻ ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലാറ്റേൺ. ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്ന പ്രഭുവും ചുറ്റും പ്രകാശം നൽകാം ക്യാപ്റ്റൻസ്, ലേഡീസ് ആൻഡ് മറ്റു പ്രജകൾ എല്ലാവരും ഉണ്ടെങ്കിൽ അതൊരു രസമുണ്ടാകുമെന്ന് ആര് പറയുന്നു? നമ്മുടെ ടില്ല് അഭിപ്രായപ്പെട്ടു. ഈ അഭിപ്രായം ആർക്ക് ഡ്യൂക്കിനും ഇഷ്ടപ്പെടാണ്. ആർക്ക് ഡ്യൂക്ക് ചോദിച്ചു, എല്ലാവരുടെയും ഫോട്ടോ വരയ്ക്കാൻ, എല്ലാവരെയും ചിത്രീകരിക്കാൻ നിനക്ക് എന്ത് പ്രതിഫലം വേണം? അപ്പോൾ പറഞ്ഞു, എനിക്ക് 100 സ്വർണ്ണക്കട്ടി വേണം. ഓക്കേ, ആര് സമ്മതിക്കാണ്? നമ്മുടെ ടില്ല്, പ്രഭു സമ്മതിക്കാണ്. അങ്ങനെ പ്രഭു സമ്മതിച്ചു. 100 സ്വർണ്ണക്കട്ടി തന്നാൽ വരയ്ക്കാമെന്ന് പ്രഭു സമ്മതിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ രാജാവ് ഈ ടില്ലിന് 100 സ്വർണ്ണക്കട്ടി എടുത്തു കൊടുത്തു. അപ്പോൾ നമ്മുടെ ടില്ല് പറഞ്ഞു, മൈ ലോർഡ്, യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. യു ഹാവ് ഫിൽഡ് മൈ ലാംപ് വിത്ത് ഓയിൽ. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഹോണർ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രഭുവാണ് താങ്കൾ. ജീവിതമാകുന്ന വിളക്കിൽ എണ്ണ പാർന്നിരിക്കുകയാണ്. ഇനി താങ്കൾക്കായി അതൊന്നും എരിഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ കാവ്യാത്മകമായ രീതിയിൽ നമ്മുടെ ടിൽ അതിന് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ ടില്ല് എല്ലാവരോടും വരാൻ പറഞ്ഞു. ഓരോരുത്തരെ എനിക്ക് കാണണം, എല്ലാവരെയും കാണണം, എന്നാൽ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ടില്ല് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ടില്ലിൻ്റെ അടുത്തേക്ക് ഓരോരുത്തർ വരികയാണ്. ആദ്യമായി വരുന്നത് നമ്മുടെ കമാൻഡർ ഇൻ ചീഫാണ് വരുന്നത്. എന്തൊക്കെയാണ് കമാൻഡർ ഇൻ ചീഫിൻ്റെ പ്രത്യേകത? അദ്ദേഹം ഷോർട്ടാണ്, ഫ്ലാറ്റ് ബ്ലേഡ് മാൻ വിത്ത് ആൻ എനോമസ് പഞ്ച്. അദ്ദേഹം പൊക്കം കുറഞ്ഞ നല്ല വണ്ണമുള്ള കുടവയറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ടില്ലിൻ്റെ അടുത്ത് വന്നിട്ട് സ്വകാര്യമായി പറയാണ്, നീ ചിത്രം വരയ്ക്കുമ്പോൾ എൻ്റെ കുടവയർ ഒഴിവാക്കണം, അതുപോലെ എന്നെ നല്ല ഹാൻസം ആക്കണം, എന്നെ നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരാളായി വരയ്ക്കണം. ബിക്കോസ് വൺസ് ഐ വാസ് എ ഹാൻസം സോൾജിയർ. കാരണം എന്താ, ഞാനൊരു കാലത്ത് നല്ല സുന്ദരനായ ഒരു യോദ്ധാവായിരുന്നു. അതുകൊണ്ട് നീ അങ്ങനെ തന്നെ എന്നെ ചിത്രീകരിക്കണമെന്ന് പറയാണ്. അങ്ങനെ രണ്ടാമത് വരുന്നത് ഒരു എൽഡർലി ലേഡിയാണ് വരുന്നത്. ഷീ ഹാഡ് എ ലാർജ് ഹം ഓൺ ഹെർ ബാക്ക്. അവളുടെ മുതുകിൽ വലിയൊരു കൂനുണ്ട്. അങ്ങനെ ലേഡി വന്നിട്ട് പറയാണ്, എൻ്റെ ഈ കൂന് ഒഴിവാക്കി തരണം, എന്നിട്ട് എന്നെ ബ്യൂട്ടി ആക്കണം. ടില്ലിനോട് വന്ന് പറഞ്ഞു. നല്ല സ്നേഹത്തോടെയാണ്
എന്ന് പറഞ്ഞത്. പിന്നെ മൂന്നാമത് വരുന്നത് ഒരു ചെറുപ്പക്കാരിയായ ഒരു യങ് ആയിട്ടുള്ള ഒരു ആളാണ്, ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ഷീ ഹാസ് യങ് ആൻഡ് പ്രറ്റി ബട്ട് ഹാഡ് ലോസ്റ്റ് ദെയർ ട്രീറ്റ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഹാഡ് ലോസ്റ്റ് 3 ടീത്ത്സ് ഇൻ ആൻ ആക്സിഡൻറ്റ്. അവളുടെ മുമ്പിലെ 3 പല്ല് ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ വന്നിട്ട് പറയാണ്, എന്നെന്ത് ചെയ്യണം, നല്ല സുന്ദരിയായിട്ട് നഷ്ടപ്പെട്ട പല്ലുകളൊക്കെ തിരിച്ചവിടെ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ടൊരു സുന്ദരിയായിട്ട് ചിരിച്ചിരിക്കുന്ന രൂപത്തിൽ എന്നെന്ത് ചെയ്യണം, ചിത്രീകരിക്കണമെന്ന് അവളും പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അവസാനം നമ്മുടെ ആർക്കി ഡ്യൂക്ക് എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരോടും വന്നാൻ പറഞ്ഞു. ആർക്കി ഡ്യൂക്ക് പറഞ്ഞു, എല്ലാവരും അവരുടെ ഇപ്പോഴത്തെ കോലെങ്ങനെ ആ രൂപത്തിൽ തന്നെ വരച്ചാൽ മതി, അല്ലാതെ അതിൽ മാറ്റം വരുത്തണ്ട. ഇത് ആർക്കി ഡ്യൂക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ ടിൽ ആകെ കൺഫ്യൂഷനായി. എന്ത് ചെയ്യും, ആര് പറഞ്ഞു കേൾക്കും, ആർക്കി ഡ്യൂക്ക് പറഞ്ഞു കേൾക്കണോ ബാക്കിയുള്ളവർ പറഞ്ഞേക്കണോ? ആകെ കൺഫ്യൂഷനായി. ചിന്തിച്ചു, വഴി വേണം. കുറേ ചിന്തിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടി. എന്താണ്, ഒരു ഐഡിയ മനസ്സിൽ വന്നു. അങ്ങനെ നമ്മുടെ ടില്ല് രാജാവിനോട് പറഞ്ഞു, എനിക്ക് ചിത്രം പൂർത്തീകരിക്കാൻ 30 ദിവസം വേണം, സഹായത്തിനായി 2 ആളും വേണം. അങ്ങനെ രാജാവ് സമ്മതിച്ചു. രാജാവ് വരയ്ക്കാനുള്ള എല്ലാ സംഗതികളും കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞു, എനിക്ക് വരയ്ക്കുമ്പോൾ അവിടെ ഒരു മറ വേണം, നല്ല കട്ടിയുള്ള ശീല കൊണ്ട് വരയ്ക്കുന്ന ഭാഗം മറക്കുകയും വേണം. അങ്ങനെ 30 ദിവസം കൊടുത്തു. ആ 30 ദിവസം കഴിഞ്ഞു. 31ാമത്തെ ദിവസം വന്നിട്ട് രാജാവ് ചോദിക്കുകയാണ്, എന്ത് ചിത്രം വരെ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നോ, എനിക്കൊരു 15 ദിവസം കൂടി വേണം. അങ്ങനെ 15 ദിവസം കഴിഞ്ഞു. 16th ഡേ രാജാവ് വന്ന് പറഞ്ഞു, ഈസ് ഇൻ ഇറ്റ് ടൈം ദാറ്റ് ദ പിക്ചർ വാസ് കംപ്ലീറ്റഡ്? മറുപടി, നോ, ഐ നീഡ് 50 ഡേയ്സ് മോ, എനിക്ക് 15 ദിവസം കൂടി അധികം വേണം, വീണ്ടും പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി അടുത്ത 15 ദിവസം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഉള്ളത് എനിക്ക് കാണിച്ചു തരേണ്ടി വരും. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ ചിത്രം വര അവസാനിച്ചു എന്നുള്ള അനൗൺസ്മെൻറ്റ് വരുന്നു. ടില്ല് പറഞ്ഞു, ചിത്രം വര അവസാനിച്ചിട്ടുണ്ട്, എല്ലാവരോടും വരാൻ പറഞ്ഞു. എന്നിട്ട് വരാൻ പറഞ്ഞിട്ട് ടില്ല് പറഞ്ഞു, ഓൺലി ദോസ് വിത്ത് നോബിൾ ബ്ലഡ് ക്യാൻ സീ ദിസ് പെയിൻറ്റിങ്, ഓൾ ദ റെസ്റ്റ് വാട്ട് എവർ ദെയർ റാങ്ക് ഓർ പൊസിഷൻ വിൽ സീ നത്തിങ് ബട്ട് എ ബ്ലാങ്ക് വാൾ. ഇത് നല്ല പരിശുദ്ധമായ ഹൃദയം, പരിശുദ്ധമായ മുഖവുമുള്ളവർക്ക്, ഹൃദയവും നല്ല രക്തവുമുള്ളവർക്ക് ഈ ചിത്രം കാണുകയുള്ളൂ, മറ്റെല്ലാവർക്കും ഒരു ബ്ലാങ്ക് വാളായിരിക്കും എന്ന് നമ്മുടെ ടില്ല് പറഞ്ഞു. എല്ലാവരും അവരുടെ ചിത്രം വന്നു നോക്കിയിട്ട് എല്ലാവരും നല്ല മതിപ്പായി. ഓരോരുത്തരും അവരുടെ ചിത്രത്തെക്കുറിച്ച് പുകഴ്ത്താൻ പറഞ്ഞു. ഇതുപോലെ എൻ്റെ ചിത്രം ഒരാളും ചിത്രീകരിച്ചിട്ടില്ല എന്ന് ബാക്കിയുള്ളവർ നമ്മുടെ ടില്ലിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡ്യൂക്സിൻ്റെ ജസ്റ്റർ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. ഓൾ ഓഫ് യു നോ ദാറ്റ് ഐ ആം എ ഫൂൾ, ഞാനൊരു ഫൂളാണ്. ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വൈൻസ്, ഐ ക്യാൻ സീ നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. ഞാനൊരു ഫൂളായിട്ടുള്ള ആളാണ്, എനിക്ക് അവിടെ എൻ്റെ ചിത്രമൊന്നും കാണുന്നില്ല, അവിടെ ഒരു ശൂന്യമായ ചുമരാണ് കാണുന്നത്. ഈ സമയത്ത് നമ്മുടെ ബുദ്ധിശാലിയായ ടില്ല് പറഞ്ഞു, ബുദ്ധിശൂന്യർ പറയുമ്പോൾ ബുദ്ധിയില്ലാത്തവർ നടന്ന് നീങ്ങണമെന്ന് എല്ലാവരെയും അവിടെ പറഞ്ഞ് ടില്ല് മെല്ലെ എല്ലാവരെയും വളരെ തന്ത്രപരമായി പറ്റിച്ചുകൊണ്ട് ടില്ല് അവിടുന്ന് മുങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന കഥ. അപ്പോൾ ഈ കഥയിൽ നിങ്ങൾ ചെയ്യേണ്ട 2 ആക്ടിവിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് മലയാളത്തിൽ സമ്മറി എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് വിട്ടുതരണം. അതുപോലെ ഇതിൻ്റെ ഈ പാഠത്തിൽ നിന്നുള്ള 30 വേർഡ്സ് കാണാതെ പഠിക്കണം. 2 ഡ്യൂട്ടിയാണ്. ഇതുപോലെ ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താലേ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വിജയിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്, നിർബന്ധമായിട്ടും ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.